ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ സാനിറ്ററി കെമിസ്ട്രി എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേ 2 ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഡേ 1 നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫിലെ സോപ്പ്, ഡിറ്റർജൻറ്റ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നിവിടെ പറയുന്നത് കുക്കിംഗ് ഗ്യാസ്, ഹെയർ ഡൈ, കോസ്മെറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പോർഷൻസ് ഡേ 3 ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കുക്കിംഗ് ഗ്യാസ് LPG മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഡാഷ്. ഓപ്ഷൻസ്: ഈഥൈൻ, ബ്യൂട്ടെയിൻ, പ്രൊപ്പെയിൻ, എത്തീൻ. ഇവിടെ 4 ഓപ്ഷനാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം LPG എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കുക്കിംഗ് ഗ്യാസിൻ്റെ വേറൊരു പേരാണ് അല്ലേ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. അതാണ് കുക്കിംഗ് ഗ്യാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊരു ഫ്ലെയിമബിൾ മിക്സ്ചറാണ്. ഇതിൽ എന്തൊക്കെയുണ്ട്? ബ്യൂട്ടെയിൻ, പ്രൊപ്പെയിൻ, പെൻറ്റെയിൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ. ബ്യൂട്ടെയിൻ ഉണ്ട്, പ്രൊപ്പെയിൻ ഉണ്ട്, ദെൻ പെൻറ്റെയിൻ ഉണ്ട്. ഇങ്ങനെ 3 കാര്യമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ബ്യൂട്ടെയിൻ ആണ്. ഏറ്റവും കുറവുള്ളത് പെൻറ്റെയിൻ ആണ്. ഏകദേശം ഒരു 5% ഒക്കെയാണ് പെൻറ്റെയിൻ്റെ എമൗണ്ട്. പിന്നെ പ്രൊപ്പെയിൻ എന്ന് പറയുന്നത് ഒരു 40 to 45 റേഞ്ചിലൊക്കെ പ്രൊപ്പെയിനും ഉണ്ട്. മനസ്സിലായി? അപ്പം മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടെയിൻ ആണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് ബ്യൂട്ടെയിൻ എന്നാണ്. അപ്പോൾ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് നമ്മൾ കുക്കിംഗ് ഗ്യാസിനെ പറയുന്നത്. മെയിൻ കണ്ടൻറ്റ് ബ്യൂട്ടെയിൻ ആണ്. ഇനി നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈഥൈൻ ഉണ്ട്, ബ്യൂട്ടെയിൻ ഉണ്ട്, പ്രൊപ്പെയിൻ ഉണ്ട്, എത്തീൻ ഉണ്ട് അല്ലേ. നമ്മുടെ ആൻസർ ആയിട്ടുള്ളത് ബ്യൂട്ടെയിൻ ആണ്. ഈ ബ്യൂട്ടെയിൻ്റെ പ്രത്യേകത, ഇതൊരു കളർലെസ് ആയിട്ട്, ഇതിന് പ്രത്യേകിച്ച് കളറില്ല, ഓർഡർലെസ് എന്ന് വെച്ചാൽ സ്മെല്ലില്ല, ഒരു ഗ്യാഷ്യസ് ഹൈഡ്രോ കാർബൺ ആണ്. ഇതിൻ്റെ കെമിക്കൽ ഫോർമുല C4H10, 4 കാർബൺ വരുമ്പോഴാണ് ബ്യൂട്ട് വരുന്നത് അല്ലേ. ഇനി ഒന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈഥൈൻ. ഈഥൈൻ എന്ന് പറയുന്നത് അസറ്റിലീൻ്റെ വേറൊരു പേരാണ്. ഇതൊരു ഓർഗാനിക് കെമിക്കൽ കോമ്പൗണ്ട് ആണ്. 2 കാർബൺ വരുമ്പോഴാണ് എത്ത് എന്ന് പറയുന്നത്. അപ്പോൾ C2H2 വരും. അടുത്തതാണ് പ്രൊപ്പെയിൻ. ഇവിടെ 3 കാർബൺ വരുമ്പോഴാണ് പ്രൊപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്. അതായത് ഫ്യൂവലായിട്ട് ഹീറ്റിങ്ങിലും കുക്കിങ്ങിലും വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് പ്രൊപ്പെയിൻ. അടുത്തത് എത്തീൻ. എത്തീൻ എന്ന് പറയുന്നത് ഒരു ഗ്യാഷ്യസ് ബൈ പ്രോഡക്റ്റ് ആണ്. ക്രാക്കിംഗ് ഓഫ് ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ അതിൻ്റെയൊക്കെ പ്രോസസ്സിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ എത്തീൻ എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് കുക്കിംഗ് ഗ്യാസ്. അതിൽ ബ്യൂട്ടെയിൻ ഉണ്ട്, പ്രൊപ്പെയിൻ ഉണ്ട്, പെൻറ്റെയിൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഒരു 50%ഓളം, ഏകദേശം 50%ഓളം ബ്യൂട്ടെയിനും ഏറ്റവും 5%ഓളം പെൻറ്റെയിനും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. The LPG cooking gas contains propane and butane as the constituents. A sulfur containing compound is added to the LPG because, അതായത് LPG എന്ന് പറയുന്ന കുക്കിംഗ് ഗ്യാസിൽ പ്രൊപ്പെയിനും ഉണ്ട്, ബ്യൂട്ടെയിനും ഉണ്ട്. ഇതിൽ കൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ട് ഇതിലോട്ട് നമ്മൾ സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻസ്: ഇറ്റ് ലോവേഴ്സ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇറ്റ് എൻഹാൻസസ് ദ എഫിഷ്യൻസി ഓഫ് LPG, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഈസി ഡിറ്റക്ഷൻ ഓഫ് ലീക്കേജ് ഓഫ് ദ ഗ്യാസ്, ഇറ്റ് അസിസ്റ്റ് ഇൻ ലിക്വിഫൈങ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ നമുക്ക് അറിയണം ഈ സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട് എന്താണെന്ന് നമ്മൾ അറിയണം. സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ടിൻ്റെ പേരാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്തിനാണ്? പലർക്കും അറിയാവുന്ന ഒരു ആൻസറാണ്. അതായത് ഗ്യാസിന് ഒരു സ്മെല്ലുണ്ട് അല്ലേ, കുക്കിംഗ് ഗ്യാസിന്. ആ സ്മെല്ലിന് കാരണമായിട്ടുള്ളത് ഈ ഈഥൈൽ മെർക്യാപ്റ്റൻ അടങ്ങിയത് കൊണ്ടാണ്. അതുള്ളത് കൊണ്ടാണ് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാവുന്നത്,
ഗ്യാസ് ലീക്ക് ചെയ്യുമ്പോൾ സ്മെല്ല് വരുന്നത്. അപ്പോൾ ഏതായിരിക്കും? ഇറ്റ് ഫെസിലിറ്റേറ്റ് ഈസി ഡിറ്റക്ഷൻ ഓഫ് ലീക്കേജ് ഓഫ് ഗ്യാസ്. ലീക്കേജ് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈഥൈൽ മെർകാപ്റ്റൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ് ഈഥൈൽ മെർകാപ്റ്റൻ. ഇത് ആഡ് ചെയ്യുന്നത് സ്മെല്ല് കിട്ടാനാണ്. ബിക്കോസ് ലീക്കേജ് വരുമ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്, അതായത് LPG എന്ന് പറയുന്നത് ഓർഡർലെസ് ആയിട്ടുള്ള കുക്കിംഗ് ഗ്യാസ് ആണ്. അതിന് സ്മെല്ല് കൊടുക്കുന്നത് ആരാണ്? ഈഥൈൽ മെർകാപ്റ്റൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ്സ് ബ്ലാക്ക് കളർ ടു ഹ്യൂമൻ ഹെയർ? ഓപ്ഷൻസ് കെരാറ്റിൻ, മെലറ്റോണിൻ, മെലാനിൻ, അഡ്രിനാലിൻ. നമ്മൾ കണ്ണും പൂട്ടി കൊടുക്കുന്ന ആൻസറാണ് കെരാറ്റിൻ എന്ന്. പക്ഷെ അത് തെറ്റാണ്. ഇവിടെ ഏതാ കറക്റ്റ്? നമ്മുടെ സ്കിന്നിനൊക്കെ ബ്ലാക്ക് കളർ കൊടുക്കുന്ന മെലാനിൻ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ ഹെയറിനും ബ്ലാക്ക് കളർ കൊടുക്കുന്നത്. ഹെയർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കയറി കെരാറ്റിന് കൊടുക്കരുത്. അതൊരു പ്രോട്ടീനാണ്. മുടിയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ് നമ്മുടെ കെരാറ്റിൻ എന്ന് പറയുന്നത് കേട്ടോ. സ്കിന്നിന്, നെയിലിന്, ഹെയറിന് ഒക്കെ കെരാറ്റിനാണ് കളർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനും ഗ്ലാൻസിലൊക്കെ ഇത് കാണപ്പെടാറുണ്ട്. ഒരു പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻ കൂടിയാണ് ഈ കെരാറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ മെലാനിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഹെയർ കളർ ഡിറ്റർമിൻ ചെയ്യുന്നത് എമൗണ്ട് ഓഫ് പിഗ്മെൻറ്റ് ഏതാണ്? മെലാനിൻ ഇൻ ഹെയർ എത്രത്തോളം അടങ്ങിയിട്ടുണ്ട്, എത്ര എമൗണ്ട് മെലാനിൻ ഉണ്ട്, അതിനനുസരിച്ചാണ് ഹെയർ കളറിനെ പറയുന്നത്. അതായത് ലാർജ് എമൗണ്ട് ഉണ്ടോ, ലാർജ് എമൗണ്ട് ആണെങ്കിൽ ബ്ലാക്ക് ആവും. കുറച്ച് എമൗണ്ട് കുറഞ്ഞ മോഡറേറ്റ് എമൗണ്ട് ആണെങ്കിൽ ബ്രൗൺ ആവും. ലാർജ് എമൗണ്ട് ആണെങ്കിൽ ബ്ലാക്ക് ആവും. മോഡറേറ്റ് എമൗണ്ട് ആണെങ്കിലോ ബ്രൗൺ ആവും. പിന്നെ വേറൊരു കണ്ടൻറ്റ് കൂടിയുണ്ട്. അതായത് ലാർജ് എമൗണ്ട് വരുമ്പം ഇതിൽ കുറേ മെലാനിനിൽ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. യു മെലാനിൻ എന്നൊക്കെ പറയും. ലാർജ് എമൗണ്ട് ഉള്ളപ്പോൾ അതിനെ പറയുന്ന പേരാണ് യു മെലാനിൻ. യു മെലാനിൻ ഉണ്ടെങ്കിൽ ബ്ലാക്ക് കളറായിരിക്കും. ലാർജ് എമൗണ്ട് ഓഫ് യു മെലാനിൻ വരികയാണെങ്കിൽ. മോഡറേറ്റ് എമൗണ്ട് ഓഫ് യു മെലാനിൻ ആണെങ്കിലാണ് ശരിക്കും ബ്രൗൺ കളർ വരുന്നത് കേട്ടോ. അതുപോലെ റെഡ് കളർ ഹെയർ ഒക്കെ പറയും അല്ലേ, അതിന് കാരണം വേറെ ഒരെണ്ണമാണ് മെലാനിൻ എന്ന് പറയും. റെഡ് കളർ വരാനായിട്ട് കാരണം മെലാനിനിൽ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. യു മെലാനിൻ, മെലാനിൻ ഒക്കെ. ഈ മെലാനിൻ്റെ കണ്ടൻറ്റ് കാരണമാണ് നമുക്ക് റെഡ് കളറായിട്ട് ഹെയർ കാണുന്നത്. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് മെലാനിൻ ഉണ്ടെങ്കിൽ ബ്ലാക്ക് ആണെന്ന് മനസ്സിലാക്കുക. കെരാറ്റിൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ മാത്രമാണ്. മെലറ്റോണിൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു ഹോർമോണാണ്. ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. പിന്നെ അഡ്രിനാലിൻ്റെ പ്രത്യേകത അറിയാലോ, അത് നമ്മളെ റെസ്പോൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൻ കളറിനും ഹെയർ കളറിനും കാരണമായിട്ടുള്ളത് ആര് തന്നെയാണ്? മെലാനിനാണ്. കൺഫ്യൂസ് ആവരുത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ ബ്യൂട്ടി പാർലേഴ്സ് ഫോർ ഹെയർ സെറ്റിംഗ്? ഹെയർ സെറ്റിങ്ങിന് ഏതാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് ക്ലോറിൻ, സൾഫർ, ഫോസ്ഫറസ്, സിലിക്കോൺ. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? നമ്മൾ സാധാരണ കെമിസ്ട്രി എന്ന് പറയുന്നത് ലോകത്തെ എങ്ങും നോക്കിയാൽ കാണുന്ന ഒരു കാര്യമാണല്ലേ. കെമിസ്ട്രിക്ക് ഒരുപാട് നമ്മൾ എടുക്കുന്ന മരുന്നുകളിലാണെങ്കിൽ പോലും നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും, നമ്മുടെ കിച്ചണിലെ വെജിറ്റബിൾസിലാണെങ്കിലും ഫ്രൂട്ട്സിലാണെങ്കിലും ഒരു കെമിസ്ട്രി പറയാനുണ്ടാവും. ഇന്ന ആസിഡ്, ഇന്ന ബേസ് അല്ലേ. അതുപോലെ നമ്മുടെ ബ്യൂട്ടി പാർലറിലും നമ്മുടെ കെമിസ്ട്രി ഉണ്ട്. ഹെയർ സെറ്റിങ്ങിനായിട്ട് ഏതാ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സൾഫറാണ് ആൻസർ വരുന്നത്. ഈ ഹെയർ സെറ്റിങ്ങിന് വേണ്ടി വേറെ കുറേ കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ അറിയോ? എയറോസോൾ പ്രൊപ്പലൻ്റ്, ആൽക്കഹോൾ, പോളിവിനൈൽ പൈറോളിഡോൺ, ഫോർമാൽഡിഹൈഡ്, ആരോമാറ്റിക് സബ്സ്റ്റൻസ്, സൾഫർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായാൽ ഇപ്പോൾ സൾഫർ എന്ന് പറഞ്ഞാൽ സൾഫർ നമ്മുടെ ഹെയർ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ സെറ്റ് ചെയ്ത് കിടക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് സൾഫറാണ്. ഹെയർ സെറ്റിങ്ങിന് വേണ്ടി ഹോൾഡ് ദ ഹെയർ ഫോർ ദ ലോങ്ങർ ടൈമിൽ
ഹോൾഡ് ചെയ്ത് കിടക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സൾഫർ. ഇനി മറക്കരുത് കേട്ടോ. പിന്നെ ആരോമാറ്റിക് സബ്സ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും? ഫ്രാഗ്രൻസ് ടു ദ ഹെയർ, നല്ല സ്മെല്ല് കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ആരോമാറ്റിക് സബ്സ്റ്റൻസ്. പിന്നെ പ്രൊപ്പലൻ്റ് യൂസ് ചെയ്യും. പ്രൊപ്പലൻ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നറിയോ? അതായത് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട്, ഹെയറിന് വേണ്ടിയിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് പ്രൊപ്പലൻ്റ് യൂസ് ചെയ്യും. ആൽക്കഹോൾ അതെന്തിനാ? ഹോൾഡ് ദ ഹെയർ ടൈറ്റ്ലി, അതിന് വേണ്ടിയിട്ടാണ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്. ഹോൾഡ് ദ ഹെയർ ടൈറ്റ്ലി. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ്? സൾഫറാണ് ലോങ്ങർ ടൈമിൽ ഹോൾഡ് ചെയ്ത് കിടക്കാനായിട്ട്, അരോമാറ്റിക് സബ്സ്റ്റൻസ് ഫ്രാഗ്രൻസ് കിട്ടാൻ, പ്രൊപ്പലൻ്റ് മോയ്സ്ചറൈസ് ചെയ്യാൻ, ആൽക്കഹോൾ ഹോൾഡ് ദ ഹെയർ ടൈറ്റ്ലി. അപ്പോൾ ഇതാണ് മെയിനായിട്ട് എന്താ ബ്യൂട്ടി പാർലറിൽ ഹെയർ സെറ്റിങ്ങിന് ഏതാ യൂസ് ചെയ്യുന്നത്? സൾഫർ. അപ്പോൾ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അത് കൂടാതെ ഈ സൾഫറിൻ്റെ ഒരു പ്രത്യേകത ഡാൻഡ്രഫിനൊക്കെ നല്ലതാണ്. ഡാൻഡ്രഫ് പോലെ തലയിലുണ്ടാകുന്ന ചില അസുഖങ്ങൾക്കൊക്കെ, ഈ താരന് കൂടാതെ ഇങ്ങനെ പൊറ്റ പോലെയൊക്കെ വരില്ലേ, കുറച്ചും കൂടി ഡേഞ്ചറായിട്ട്, അതിനൊക്കെ നല്ലതാണ് ഈ സൾഫർ എന്ന് പറയുന്നത്. ഇത് നല്ല ഒരു ഹെയർ കണ്ടീഷനിങ്ങിലും സ്കിൻ കണ്ടീഷനിങ്ങിലൊക്കെ നമുക്ക് ഈ സൾഫർ നല്ലതാണ് കേട്ടോ. അപ്പോൾ സൾഫറാണ് ബ്യൂട്ടി പാർലറിൽ ഹെയർ സെറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഒരിക്കൽ പോലും നമ്മൾ മറക്കാൻ പാടില്ല. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് കോസ്മെറ്റിക്സ്? അപ്പോൾ എന്താണ്? കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്നാൽ എല്ലാ ഭാഗത്തും കെമിസ്ട്രിയാണ്. അപ്പോൾ നമ്മുടെ കോസ്മെറ്റിക്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻസ് ഗ്ലിസറോൾ, മീഥൈൽ ആൽക്കഹോൾ, എത്തിലീൻ ഗ്ലൈക്കോൾ ആണ് കേട്ടോ. എത്തിലീൻ ഗ്ലൈക്കോൾ, ഫീനോൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓപ്ഷനിലുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഗ്ലിസറോളാണ് കോസ്മെറ്റിക്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഗ്ലിസറോളിൻ്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? അതായത് ഇതിനൊരു സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ സ്വീറ്റ് ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പല ഫുഡ് ഇൻഡസ്ട്രിയിലും സ്വീറ്റ്നറായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നോൺ ടോക്സിക് ആണ്, സ്വീറ്റ് ടേസ്റ്റാണ്, നോൺ ടോക്സിക് ആണ്, കളറില്ല, കളർലെസ് ആണ്, ഓർഡറില്ല അല്ലേ, സ്മെല്ലില്ലാത്തതാണ്, ഓർഡർലെസ്. ദെൻ ഒരു വിസ്കസ് ലിക്വിഡാണ്. ഗ്ലിസറോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. വിസ്കസ് ലിക്വിഡാണ്. എന്തൊക്കെയാണ്? സ്വീറ്റാണ്, നോൺ ടോക്സിക് ആണ്, കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, വിസ്കസ് ലിക്വിഡാണ്. ഇത് സ്വീറ്റ്നർ ആയതുകൊണ്ട് തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ഫോമുലേഷനിൽ യൂസ് ചെയ്യും. ഇനി ഗ്ലിസറോൾ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യുന്നത് വെജിറ്റബിൾസിൽ നിന്നും ആനിമൽസിൽ നിന്നൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്, ആൻറ്റി മൈക്രോബിയൽ ആൻഡ് ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ് കൂടിയുണ്ട് ഗ്ലിസറോളിന്. ആൻറ്റി മൈക്രോബിയൽ ആൻഡ് ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് തന്നെ ബേൺ ട്രീറ്റ്മെൻറ്റിന്, വൂണ്ടിൻ്റെ ഒക്കെ കാര്യങ്ങളിലും, മുറിവുണ്ടാവുക, പൊള്ളലുണ്ടാവുക, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലിസറോൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഏതാണ് മാനുഫാക്ചറിങ് ഓഫ് കോസ്മെറ്റിക്സിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഗ്ലിസറോളാണ്. ഇനി ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചാണ് കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. സിലബസ് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ പരമാവധി വ്യൂസ് ഉണ്ടാവണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്, വിലപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്